ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇതിൻ്റെ ടെറസ് ഗാർഡൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ്സ് വീണ്ടും ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് വീഡിയോ കൂടി. ഇത്തവണ വലിയ കാര്യങ്ങളൊന്നും കാണിക്കാനെങ്കിലും 3 അപ്ഡേറ്റ്സ് ഉണ്ട് ഇവിടുന്ന് കാണിക്കാൻ. അതായത് 3 പ്ലാന്റ്സിൽ ചെറിയ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു കുഞ്ഞു വീഡിയോകൾ കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് നമ്മുടെ ജബോട്ടിക്കാവ തന്നെയാണ്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് കുറേ ഫ്രൂട്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വലിയ ഫ്രൂട്ടുമാണ്, കണ്ടല്ലോ. ഇത് ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് എന്നൊരു ഐറ്റം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഞാൻ കാണുന്ന ജബോട്ടിക്കാവയിൽ എപ്പോഴും ചുവട്ടിൽ മാത്രം ഒരുപാട് ഫ്രൂട്ട്സ് കാണാറുണ്ട് കേട്ടോ. ഇതിൽ നോക്കിക്കേ, ഏറ്റവും മുകളിൽ വരെ ഫ്രൂട്ട്സ് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ മുകളിലൊക്കെ കുറേ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ പച്ച കുറേ വരുന്നുണ്ട്, കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ, കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം പഴുത്തു തുടങ്ങിയോണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം പക്ഷികൾ അടിച്ചുകൊണ്ട് പോകേണ്ട ചാൻസ് ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ നടന്ന സമയത്ത് എന്നെ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് വഴി അറിയിച്ചായിരുന്നു, ഞാൻ കൊടുത്ത പോട്ടി മിക്സ് കറക്റ്റ് അല്ല, ജബോട്ടിക്കാവയ്ക്ക് ഇത് പോരാ, പെട്ടെന്ന് ചീത്തയായി പോകുന്നൊക്കെ. ഞാൻ ആ പോട്ടി മിക്സ് തന്നെ വെച്ചിരിക്കുന്നത്. കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. അത് വേറൊരു പ്രത്യേകത. വല്ലപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നല്ലാണ്ട് ഇപ്പോൾ എനിക്കൊണ്ടൊരു 6-7 മാസമായിട്ട് ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഞാനിവിടെ ഒന്ന് ഈ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചിട്ട് അതിൻ്റെ കുരു ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കുറേ തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇത് ചുവട്ടിൽ ഇരിക്കുന്നുണ്ടോ എൻ്റെ കായ്. വേറൊരു പ്രത്യേകത, അതിൻ്റെ വേര് കണ്ടോ, വേരിൽ പോലും പൂക്കൾ വരുന്നുണ്ട്, കണ്ടോ. അത്ര രസമുള്ളൊരു ഫ്രൂട്ടാണ് ശരിക്കും ജബോട്ടിക്കാവ കേട്ടോ. കണ്ടോ, ഏറ്റവും ചുവട്ടിലും വേരിലും ഒക്കെ ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് നിന്ന് വിളവെടുക്കാൻ വന്നപ്പോഴാണ് ചെറിയൊരു വീഡിയോ ആവാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജബോട്ടിക്കാവയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്ത സമയത്തുള്ള എല്ലാ പരിപാടികളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ പേര് അന്വേഷിക്കുന്നത് എൻ്റെ തായ്വാൻ പിങ്ക് ഗോവയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. കാരണം അത്രയും ഗംഭീരൻ വിളവ് അതിലുണ്ടായിരുന്നത്. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇത്തവണയും അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇത് പച്ച നിറത്തിലായിട്ട് അധികം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി പൂക്കളും കായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കുന്നേ ഉള്ളൂ. എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതും ചെടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു വളത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ തിരക്ക് കൊണ്ട് അധികം പരിചരണം ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഇത് ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ, ഈ ഭാഗത്ത് എന്തോരം പൂക്കളും കായുമെന്നുണ്ടോ. ഇതിവിടെ ഈ ഭാഗത്ത് നോക്കിക്കേ, ഇപ്രാവശ്യം ഒരു വമ്പൻ വിളവിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും കണ്ടോ, എന്തായാലും ആൾ തവണ പൊളിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ആരോഗ്യക്കുറവ് പ്ലാന്റ്സിന് കാണുന്നത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ ശരിക്കും വളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ മാവാണുള്ളത്. മാവ് ഇപ്രാവശ്യം വലിയ വിളവൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു ഇടയ്ക്ക്. പ്രൂൺ ചെയ്ത സമയം മാറിയതുകൊണ്ടാവാം പൂക്കൾ വന്നിട്ടില്ല. എന്നാലും ആൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, 2 തരം വാങ്ങിയതിലുണ്ടാകാറില്ല കേട്ടോ. ഇനി വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വെച്ചാൽ, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഈ ബാരലിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഈ ബാരൽ ഞാൻ വാങ്ങിയിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് സിസോ കോസ്മെറ്റിക്സ്, സിസോ ഷാമ്പൂ എന്നൊക്കെ പറയില്ലേ, അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെ കെമിക്കൽസ് വരുന്ന ബാരലാണ് അവർ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഞാൻ വാങ്ങാറില്ല കേട്ടോ. ഇത് വളരെ ചീപ്പ് റേറ്റിന് അവിടെ നിന്ന് അപ്പോൾ കിട്ടി. ഞാൻ വീഡിയോ ഒക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഞാനവിടെ പോയി വീണ്ടും അന്വേഷിച്ചു. ഇപ്പോൾ ഈ ടൈപ്പ് ബാരൽ വരുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ട് പറയാണ്. കാരണം കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ഈ ബാരൽ ഇപ്പോൾ അവൈലബിൾ ആണോ, കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാരലാണ്. കാരണം ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു സൗകര്യമുണ്ട്, പിടിച്ച് നല്ല സ്ട്രോങ് ആണ് സാധനം കേട്ടോ. ഇനി അത്യാവശ്യം ഈ വീതി ഉള്ളത് കാരണം നമുക്ക് വളമിടാനും വെള്ളം ഒഴിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതായിരിക്കും കുറച്ചധികം പേര് പ്രിഫർ ചെയ്യാനുള്ള കാരണം. അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാം ഞാൻ ഈ ബാരലിൽ തന്നെ വെച്ചിരിക്കുന്നത് കണ്ടോ. മൊത്തത്തിൽ ഈ ബാരലിലാണ് ഞാൻ എല്ലാ പ്ലാന്റ്സും നട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അബിയു ഉണ്ട്. അബിയു ഇതുവരെയും കായ ഉണ്ടായിട്ടില്ല. പൂക്കൾ 2-3 പ്രാവശ്യം വന്നു. അടുത്ത പ്രാവശ്യം കായ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മൂന്നാമത് ഒരു അപ്ഡേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ലോങ്ങനാണ്. ലോങ്ങൻ ദേ പ്രൂണിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് അധികം അങ്ങോട്ട് വളർന്നു പോയിട്ടോ. കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ഹൈറ്റ് ആയത് കാരണം എല്ലാ പൂക്കളും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടൊക്കെ കണ്ടോ, മഴയൊക്കെ നനഞ്ഞ് എല്ലാം ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ ഉണ്ട്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിലും കുറേ പൂക്കളുണ്ട് ലോങ്ങനിൽ, കണ്ടോ. ആക്ച്വലി ഈ ലോങ്ങനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 ലോങ്ങൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ശരിക്കും ഈ പൂക്കൾ നിൽക്കുന്നത് വൈറ്റ് ലോങ്ങനാണ്. വൈറ്റ് ലോങ്ങനെ കൂടാതെ പിന്നെ ഇതിലുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ലീഫ് ഉണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് 4 സീസൺ ലോങ്ങനാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വൈറ്റ് ലോങ്ങൻ മാത്രമേ ഇതുവരെ കാച്ചിട്ടുള്ളൂ. 4 സീസണിൽ കായുണ്ടായിട്ടില്ല, അപ്പോൾ ടേസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ചുവട് കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിലെ 2 ഗ്രാഫ്റ്റ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് പൂക്കൾ, കുറേ പൂക്കൾ വരുന്നുണ്ട്.
ഇത്തവണ എന്തായാലും അത്യാവശ്യം നല്ല വിളവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മുടെ അവകാടം നിൽപ്പുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, ഇത് ഡ്രമ്മിൽ കായ്ക്കുമെന്ന് അറിയാം. ഞാൻ വെച്ച സമയത്ത് ഒരാൾ പറഞ്ഞു നന്നായിട്ട് കായ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങി വെച്ച കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം, ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം അതിനെക്കുറിച്ച് കേട്ടോ. അപ്പോൾ എന്തായാലും സംഗതി ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇവിടെ. അവിടെ നമ്മുടെ ഞാവലുണ്ട്. ഞാവലിലും പറയത്തക്ക വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല, ഇതൊരു പൂവും കായൊന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ പുലാസനുണ്ട്. പുലാസനിൽ ഇപ്പോഴും പൂവുണ്ട്, എല്ലാ സമയത്തും പൂക്കൾ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം കുറച്ച് കായ പിടിച്ചു, പക്ഷെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം. അവിടെ നമ്മുടെ സാന്തോൾ ഇരിപ്പുണ്ട്. സാന്തോൾ ഞാൻ പറഞ്ഞു, പലരും പറഞ്ഞു ഇത് കളയണം, നല്ല ഫ്രൂട്ട് അല്ല എന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും കായ വരെ ഞാൻ കാത്തിരിക്കാട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. ഒരു 3-4 പ്രാവശ്യം പൂക്കൾ വന്നു, പക്ഷേ കാര്യമായിട്ട് കായ പിടിച്ചിട്ടില്ല അതിനകത്ത്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.